ഇന്ന് ഫുള്ള് തിരക്കിട്ടൊരു ദിവസമാണ് കേട്ടോ. ഇന്നെനിക്ക് വർക്കൊക്കെ ഉള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഉറക്കം എഴുന്നേറ്റ് നേരെ കിച്ചണിലേക്കാണ് കയറിയത്. കയറിയ ഉടനെ തന്നെ രാവിലെ റിച്ചുക്കുട്ടൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കൊടുക്കാനുള്ള 2 മുട്ട പുഴുങ്ങാൻ വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചേ. ഇന്ന് രാവിലെ ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. ഞാനും റിച്ചുക്കുട്ടനും ഇവിടെ ചായ കൂടി പതിവില്ല കേട്ടോ. അതിന് പകരമായിട്ട് ഞാൻ ഗ്ലൂട്ടാത്തിയോൺ ആണ് കേട്ടോ കുടിക്കുന്നത്. ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ക്യൂബ്സാണ് ഇതൊക്കെ. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്യേണ്ടത്, എത്ര അളവിൽ ആഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിന് മുന്നേ തന്നെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാവേ. നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ ഒരുപാട് ഗുണങ്ങൾ നൽകുന്നൊരു സാധനമാണ് കേട്ടോ ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത്. മെജോറിറ്റി ആളുകൾക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ ഉപ്പുമാവല്ലേ. എന്നാൽ ഇവിടെ റിച്ച് കുട്ടിന് ഉപ്പുമാവും പഴവും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ അവന് വേണ്ടിയിട്ട് നെയ്യിലാണ് ഈ വെജിറ്റബിൾസ് ഒക്കെ വഴറ്റിയെടുക്കുന്നത്. അപ്പം നെയ്യാണ് ഇതിനകത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നട്ട്സിൻ്റെ പൗഡറൊക്കെ ഞാൻ ഈ ഒരു റവ ഉപ്പുമാവിനകത്ത് ആഡ് ചെയ്ത് അവന് കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ പിന്നെ ലഞ്ചിലേക്കാണ് കേട്ടോ കടന്നത്. ഒട്ടും സമയമില്ലാത്തൊരു ദിവസമായിരുന്നു ഇത്. രാവിലെ തന്നെ ഡെയിലി ഫ്രഷിൽ നിന്ന് കുറച്ച് മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ വേറെ വലിയ പണികളൊന്നും ഇല്ലായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് 2-3 വെള്ളം വാഷ് ചെയ്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നേരെ അവിയൽ ഉണ്ടാക്കുന്ന പരിപാടിയിലേക്കാണ് കേട്ടോ കടന്നത്. അവിയലും സാമ്പാറും റിച്ചുക്കുട്ടിൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് ആണ്. ഇവിടെ എല്ലാ ദിവസവും ലഞ്ചിന് വെജിറ്റബിൾസ് കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ കറികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് അവിയലും ഫിഷ് ഫ്രൈയും പിന്നെ രസം ഉണ്ടാക്കിയിട്ടോ. രസം ഉണ്ടാക്കി വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രാവിലെ എഴുന്നേറ്റ് കൂട്ടത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ അരി തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചതും. അങ്ങനെ ദേ അവിയലും ഫിഷ് ഫ്രൈയും രസവും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി അടുക്കളയും പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ പിന്നെ നേരെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാനാണ് പോയത്. അങ്ങനെ ദേ കുളിച്ച് റെഡിയായിട്ട് വന്നിട്ട് പിന്നെ മേക്കപ്പ് ഇടാൻ തുടങ്ങി. വലിയ മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ. ഇന്നൊരു നോർമൽ ട്രഡീഷണൽ ലുക്കിലാണ് കേട്ടോ വർക്കിന് പോയത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തണേ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.